ഹായ്, സെല ഫ്രം ബ്രാൻഡ് ബാസ്ക്കറ്റ്. ഈ ഇടയായി പല ബിസിനസ് ഓണേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, വി ആർ ഗോയിങ് ടു ഹയർ എ ഇൻഹൗസ് ടീം ഓർ ഞങ്ങൾക്കൊരു ഇൻഹൗസ് ടീം ഓൾറെഡി ഉണ്ട്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗ്രേറ്റ്, ബട്ട് വാട്ട് ഈസ് ദ സ്ട്രാറ്റജി ബിഹൈൻഡ് ഇറ്റ്? നിങ്ങൾക്കൊരു ഇൻഹൗസ് ഡിസൈനറെയോ അല്ലെങ്കിൽ ഒരു ഇൻഹൗസ് ടീമിനോ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ സാധാരണ സംഭവിക്കുന്നത്, ദേ ക്യാൻ മേക്ക് ഇറ്റ് വീഡിയോസ്, റീൽസ്, ക്രിയേറ്റീവ് ഡിസൈൻസ്, ഫ്ലയേഴ്സ്, പോസ്റ്റേഴ്സ്, വാട്ടെവർ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് എന്താണ് ഒരു സ്ട്രാറ്റജി? അതല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കോമ്പറ്റീറ്റർ അനാലിസിസ് എന്താണ്? അതല്ല ഒരു ക്യാമ്പയിൻ ഐഡിയയോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയോ പ്രോപ്പർ പ്ലാനിങ്ങോ ഉണ്ടോ? ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ ഒരു മിസ്സിങ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഇൻഹൗസ് ടീം കൊണ്ട് നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രാൻഡ് മാനേജ്മെൻറ്റോ അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ അതല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റണ്ണിങ്ങോ അതല്ലെങ്കിൽ നിങ്ങളെ സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സോ നടക്കുമോ എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രോപ്പർ ക്രിയേറ്റീവ് ഏജൻസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ത്? ഫോർ എക്സാമ്പിൾ, ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ഏജൻസിയാണ് എന്നുണ്ടെങ്കിൽ, ദേ ഹാവ് ആർട്ട് ഡയറക്ടർ, ക്രിയേറ്റീവ് ഡയറക്ടർ, ബ്രാൻഡ് മാനേജർ, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്, പ്ലസ് കണ്ടന്റ് ക്രിയേറ്റർ, വീഡിയോ എഡിറ്റർ, ഡിസൈനേഴ്സ്, കോപ്പി റൈറ്റർ, ഇങ്ങനെ തുടങ്ങിയ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ടീം ഒരു വർക്ക് പ്രോസസ് ചെയ്യുമ്പോൾ, ദേ ഡു ദ പ്രോപ്പർ സ്ട്രാറ്റജി ആൻഡ് ദേ ഡു ദ പ്രോപ്പർ റിസർച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ദേ ഡു ദ പ്രോപ്പർ പ്ലാൻ. ഓരോ ഘട്ടത്തിലും ഇത് റിവ്യൂ ചെയ്യുകയും പ്രോപ്പർ ഇന്റേണൽ ഡിസ്കഷൻസിലൂടെ ഇതിനെ എൻഹാൻസ് ചെയ്യുക, ഒരു കോമ്പറ്റീറ്റർ അനാലിസിസോടുകൂടി ശരിയായ രീതിയിൽ ഒരു ടാർഗറ്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. അല്ലാതെ ഒരുപാട് പോസ്റ്ററുകളോ ഒരുപാട് ഡിസൈനുകളോ ഉണ്ട് എന്നുള്ളത് ഇന്ന് ഒരു വലിയ കാര്യമല്ലാത്ത ഒരു കാലമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിൻ്റെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പ്രോപ്പർ കസ്റ്റമേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് എന്താണോ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.